ഹലോ ഗേയ്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ഞാൻ നല്ല ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ലിയമോളുടെ ബർത്ത്ഡേ കഴിഞ്ഞുണ്ട്. അപ്പോൾ മൊത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുഴുവൻ ഗിഫ്റ്റുകളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോ കാണാം. നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ ഒറ്റക്ക് തന്നെ ഓടണം എന്ന് പറഞ്ഞതുപോലെ ലിയമോളെ പിറന്നാളിന് ഞാനും മിതുവും മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഞങ്ങളെ കസിൻസായ അനിയനും അനിയത്തിയും ഒക്കെ ആയിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു സമയം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അതിന് വേണ്ടി പുറപ്പെടണം. വേറൊരാൾ സപ്പോർട്ട് നിൽക്കുമെന്നോ അതാരാണെങ്കിലും നമ്മൾ ആരെടുത്തുനിന്നൊന്നും പ്രതീക്ഷിക്കാത്തതാണ് നല്ലത്. ലിയമോക്ക് കിട്ടിയ പാവയാകട്ടെ ഇത്. ഒരു 3-4 പാവകളും പിന്നെ ഒത്തിരി ടോയ്കളും അവൾക്ക് കിട്ടിയിരുന്നേ. വണ്ടികളായിട്ടും പിന്നെ ഓടിക്കുന്ന 2-3 വണ്ടി കിട്ടിയിരുന്നു. പിന്നെന്തുവാ ഒരുപാട് റോബോട്ട്, കാറ് അങ്ങനത്തെ ഒക്കെ കിട്ടിയിരുന്നേ. പിന്നെ ഒത്തിരി ഉടുപ്പായി 50ഓളം ഡ്രസ്സുകളും കിട്ടിയിരുന്നു ലിയമോക്കെ. പിന്നെ 2 പിയാനോ കിട്ടിയിരുന്നു. ഒന്ന് കണ്ടോ, ഒത്തിരി ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അങ്ങനെ ഒരു പിയാനോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, കാണാം. പിന്നെ ഒത്തിരി ഡെനീമിൻ്റെ ഡ്രസ്സൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ഒത്തിരി വെറൈറ്റി ഡ്രസ്സുകളാണ് കിട്ടിയത്. അതിനിടക്ക് വിഷുക്കോടികളും കിട്ടിയിരുന്നേ. അപ്പോൾ അനിയത്തിയും അനിയനും കൂടെ എല്ലാം സെറ്റ് ചെയ്ത്, കൂടെ മിതു ഉണ്ട്. അങ്ങനെ അവരെല്ലാം കൂടെ സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ലിയമോള് ഈ വണ്ടിമേൽ എങ്ങനെ കയറാം, ഇതിനെ കൊണ്ട് എങ്ങനെ കളിക്കാമെന്നാണ് അവൾ നോക്കിയിരിക്കുന്നത്. പിന്നെ ഇതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം. എൻ്റെ അത്ര ഉണ്ട് കേട്ടോ ആ വാവ. അങ്ങനെ ലിയമോ കുറച്ച് പേടിയാണ് അതിന്. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് അലുവയും പിന്നെ ഉണ്ണിയപ്പമൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. പിന്നെന്തുവാ കായ വറുത്തേ. അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഞങ്ങളെ സഹായിച്ച മിതുവിൻ്റെ കൂട്ടുകാർക്കും പിന്നെ കുറച്ചെടുത്തിട്ട് ഫാമിലിക്കും കൊടുത്തായിരുന്നേ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.